വിദ്യാർത്ഥികളെ, മാർച്ച് 2011 +1 ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസാണിത്. ഇതിൻ്റെ ആൻസേഴ്സും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പിക്ക് ഔട്ട് ദി ഓഡ് വൺ ഇൻ ദി ഗിവൺ പേഴ്സ്. അരമാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻസ്: ആംഗുലർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി. രണ്ടിൻ്റെയും യൂണിറ്റ് സെയിം, ഡയമെൻഷൻ സെയിം ആണ്. വർക്ക് ആൻഡ് എനർജി, അതിൻ്റെ ഡയമെൻഷൻ സെയിം ആണ്. ആംഗിൾ ആൻഡ് സ്ട്രെയിൻ, ആംഗിളിനും സ്ട്രെയിനും ഡയമെൻഷൻ ഇല്ല. അടുത്തത് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം, അതിൻ്റെയും ഡയമെൻഷൻസ് ഈക്വലാണ്. അപ്പോൾ ലോഡ് വൺ ഔട്ട് ചോദിക്കുവാണെങ്കിൽ ആംഗിൾ ആൻഡ് സ്ട്രെയിൻ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി എന്ന് വേണം നമുക്കത് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: 1 ലൈറ്റ് ഇയർ ഈക്വൽസ് ഡാഷ് മീറ്റർ എന്നാണ്. കറക്റ്റ് ആൻസർ 9.46 × 10⁻15 മീറ്റർ, അല്ലെങ്കിൽ 10⁻16 മീറ്റർ എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 ഇയർ എന്ന് എഴുതിയാൽ നമുക്ക് അരമാർക്ക് തരും. അപ്പോൾ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആൻസർ അറിയാൻ വയ്യായെങ്കിലും ലൈറ്റ് ഇയർ എന്താണ് ഡെഫിനേഷൻ എങ്കിലും അവിടെ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: എ സ്റ്റുഡൻറ്റ് was asked to write the equation for displacement at any instant in a simple harmonic motion of amplitude A. He wrote the equation as y is equal to a sin 2π vt by k, where v is the velocity at that instant t. For the equation to be dimensionally correct, what should be the dimensions of k? ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. അതിൻ്റെ മലയാളം വെർഷന് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബി പാർട്ട് ഇങ്ങനെ ആയിരുന്നു: വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1.4 മീറ്റർ ഇൻ പ്രോപ്പർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് 2 മാർക്ക് ഉണ്ട്. എ പാർട്ടിന് 1 മാർക്കും ബി പാർട്ടിന് 1 മാർക്കും. അതിൻ്റെ മലയാളം വേർഷൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിൻ്റെ ആൻസർ ശ്രദ്ധിക്കാം. ആ ക്വസ്റ്റ്യൻ മൊത്തം ഒന്ന് വായിച്ച് നോക്കുക. ഇതിൻ്റെ ആൻസർ എന്തോ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് y is equal to a sin 2π vt by k എന്നായിരുന്നു. ഇവിടെ സൈൻ കഴിഞ്ഞ് ഒരു ആംഗിളാണ് വരുന്നത്. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ 2π vt by k, 2πക്ക് ഡയമെൻഷൻ ഇല്ല. വെലോസിറ്റി ഡയമെൻഷൻ LT⁻⁻1 ടൈമിൻ്റെ ടി. അപ്പോൾ 2π × LT⁻⁻1 × t, ആ ടിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ എല്ല് വരും അവിടെ. അപ്പോൾ ബൈ കെ, കെയുടെ ഡയമെൻഷനും എല്ലാണെങ്കിൽ മാത്രമേ അവിടെ ഡയമെൻഷൻസ് എല്ലും ക്യാൻസൽ ആവുകയുള്ളൂ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു എല്ല് തന്നെയാണ്. എങ്കിൽ മാത്രമേ സൈൻ കഴിഞ്ഞ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് എനി 2 ക്വാണ്ടിറ്റീസ് ഇൻ ദി ഇക്വേഷൻ, അത് ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് റിലേറ്റഡ് അറ്റംപ്റ്റ് നടത്തുവാണെങ്കിൽ നമുക്കത് മാർക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ ബി പാർട്ട്: വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ് 1.4 സെൻറ്റിമീറ്റർ ഇൻ പ്രോപ്പർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അവിടെ ഏരിയ സ്ക്വയർ, ഏരിയ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ആൻസർ ശ്രദ്ധിക്കുക. ഏരിയ കറക്റ്റഡ് ടു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് 2.0 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഏരിയ കണ്ടെയ്ൻസ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതാണ് അവിടെ നമുക്ക് കിട്ടേണ്ടത്. കാര്യം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ആൻസറിലും കാണേണ്ടത്. ആണ് 1.4ന് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. അപ്പോൾ ആൻസറിലും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറെ കാണാവുള്ളൂ. അങ്ങനെയാണ് നമുക്കതിന് 2 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 3. The figure shows the position time graph of a body moving along a straight line. ഗ്രാഫ് ശ്രദ്ധിക്കുക. പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദി ബോഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 20 seconds. The B part: from the velocity time graph of a body moving with the uniform acceleration
reduce the velocity time relation and the velocity displacement relation. അതിന് 2 മാർക്കാണ്. ആകെ ആ ക്വസ്റ്റിന് 4 മാർക്കാണ്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ആൻസർ ശ്രദ്ധിക്കുക. ഇൻ 0 to 5 വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 to 15 വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി 15 to 20 സെക്കൻഡ്സ് വെലോസിറ്റി -2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതാണ് ഗ്രാഫിൽ നമുക്ക് കിട്ടുന്നത്. വെലോസിറ്റി ഈക്വൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് നമ്മളവിടെ എടുത്തത്. ഫസ്റ്റ് കേസിൽ 0 to 5 ആകുമ്പോൾ 10/5 എന്ന് എഴുതും. 10/5 ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. 5 to 15 കേസിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിട്ട് ഇരിക്കുന്നത്. വെലോസിറ്റി 0 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. 15 to 20 സെക്കൻഡ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കുറയുകയാണ്. ആണ് -2 മീറ്റർ പെർ സെക്കൻഡ്. That is slope of Gaussian diagram gives the velocity. ഇതിൻ്റെ ഗ്രാഫ് നോക്കുക. അത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എനി ഇൻ്റർവൽ ഗീവ് 1 മാർക്ക്. നമുക്കത് ഏതെങ്കിലും ഒരു പോർഷനെങ്കിലും കറക്റ്റായിട്ട് ഇട്ടുവാണെങ്കിൽ നമുക്കത് 1 മാർക്ക് കിട്ടുന്നതാണ്. The second part, when the velocity time graph of a body moving with uniform acceleration reduce the velocity time relation and the velocity displacement relation. Area under velocity time graph gives displacement or displacement is equal to 0 ആണ് അവിടെ. ഇത് 1 മാർക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റിന് മുമ്പ് അതിൻ്റെ ബി പാർട്ടുണ്ട്. ഡെറിവേഷനാണ്. വി ടി ഗ്രാഫ് യൂണിഫോമലി ആക്സിലറേറ്റഡ് മോഷനാണ്. ഗ്രാഫിൽ നിന്നും നമുക്ക് ആ ഡെറിവേഷൻ കണ്ടുപിടിക്കണം. സെക്കൻഡ് ക്വസ്റ്റിനകത്ത് y = a sin 2π/vt/k എന്നായിരുന്നു. ഇവിടെ സൈൻ കഴിഞ്ഞ് ഒരു ആംഗിളാണ് വരുന്നത്. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ 2π/vt/k, 2πക്ക് ഡയമെൻഷൻ ഇല്ല. വെലോസിറ്റി ഡയമെൻഷൻ Lt⁻⁻1 ടൈമിൻ്റെ ടി. അപ്പോൾ 2π × Lt⁻⁻1 × t. ടിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ എല്ല് വരും അവിടെ. അപ്പോൾ ബൈ കെയുടെ ഡയമെൻഷനും എല്ലാണെങ്കിൽ മാത്രമേ അവിടെ ഡയമെൻഷൻസ് എല്ലും ക്യാൻസൽ ആവുകയുള്ളൂ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് കെ = എല്ല് തന്നെയാണ്. എങ്കിൽ മാത്രമേ സൈൻ കഴിഞ്ഞ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് എനി 2 ക്വാണ്ടിറ്റീസ് ഇൻ ദി ഇക്വേഷൻ, അത് ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് റിലേറ്റഡ് അറ്റംപ്റ്റ് നടത്തുവാണെങ്കിൽ നമുക്കത് മാർക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ ബി പാർട്ട്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ് 1.4 സെൻറ്റിമീറ്റർ ഇൻ പ്രോപ്പർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അവിടെ ഏരിയ സ്ക്വയർ = a² ആണ്. ആൻസർ ശ്രദ്ധിക്കുക. ഏരിയ കറക്റ്റഡ് ടു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് 2.0 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഏരിയ കണ്ടെയ്ൻസ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതാണ് അവിടെ നമുക്ക് കിട്ടേണ്ടത്. കാര്യം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ആൻസറിലും കാണേണ്ടത്. ആണ് 1.4ന് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. അപ്പോൾ ആൻസറിലും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറെ കാണാവുള്ളൂ. അങ്ങനെയാണ് നമുക്കതിന് 2 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. The figure shows the position time graph of a body moving along a straight line. ഗ്രാഫ് ശ്രദ്ധിക്കുക. പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, draw the velocity time graph of the body. Second question, from the graph find the displacement in 20 seconds.
The B part, from the velocity time graph of a body moving with uniform acceleration, reduce the velocity time relation and the velocity displacement relation. അതിന് 2 മാർക്കാണ്. ആകെ ആ ക്വസ്റ്റിന് 4 മാർക്കാണ്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ആൻസർ ശ്രദ്ധിക്കുക. ഇൻ 0 to 5 വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 to 15 വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇൻ 15 to 20 സെക്കൻഡ്സ് വെലോസിറ്റി -2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതാണ് ഗ്രാഫിൽ നമുക്ക് കിട്ടുന്നത്. വെലോസിറ്റി ഈക്വൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് നമ്മളവിടെ എടുത്തത്. ഫസ്റ്റ് കേസിൽ 0 to 5 ആകുമ്പോൾ 10/5 എന്ന് എഴുതും. 10/5 ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. 5 to 15 കേസിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിട്ട് ഇരിക്കുന്നു. വെലോസിറ്റി 0 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. 15 to 20 സെക്കൻഡ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കുറയുകയാണ്. അതാണ് -2 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ഡയഗ്രാഫ് ഗിവ്സ് ദി വെലോസിറ്റി. ഇതിൻ്റെ ഗ്രാഫ് നോക്കുക. അത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഓർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എനി ഇൻ്റർവൽ ഗിവ് 1 മാർക്ക്. നമുക്കത് ഏതെങ്കിലും ഒരു പോർഷനെങ്കിലും കറക്റ്റായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്കത് 1 മാർക്ക് കിട്ടുന്നതാണ്. The second part, when the velocity time graph of a body moving with uniform acceleration, reduce the velocity time relation and the velocity displacement relation. Area under velocity time graph gives displacement, or displacement is equal to 0 ആണ് അവിടെ. The B part question ശ്രദ്ധിക്കുക. അതിൻ്റെ ആൻസർ ബി, VT ഗ്രാഫ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അല്ല, ഗ്രാഫിൽ നിന്നുള്ള ഡെറിവേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. V = U പ്ലസ് ഒരു ഡെറിവേഷന് UT പ്ലസ് ഹാഫ് AT². ഇതിൽ V = U പ്ലസ് 8 എന്ന് എഴുതിയാൽ നമുക്ക് 1/2 മാർക്ക് അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടും. V² = U² പ്ലസ് 2as എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഇക്വേഷൻസ് ഡെറിവേഷൻ നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ ഇക്വേഷൻസ് എങ്കിലും എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹാഫ് മാർക്ക്, ഹാഫ് പ്ലസ് ഹാഫ് 1 മാർക്ക് കിട്ടും. അതിൻ്റെ സ്കോറിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കോർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, when brakes are applied on a moving vehicle, it stops after traveling a distance. This distance is called stopping distance. A. Write an expression for stopping distance in terms of initial velocity u and retardation a. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. B. If the initial speed is doubled, keeping the retardation same, by how much will the stopping distance change? ഇതിൻ്റെ മലയാളം വായിച്ച് നോക്കുക. അതിൻ്റെ ആൻസർ V² = U² - 2as നിന്നും V = 0 കൊടുക്കുക. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് സ്റ്റോപ്പാണ് വെലോസിറ്റി V0 പ്ലസ് is equal to U² / 2a. റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ് -c അവിടെ കൊടുത്തത്. സെക്കൻഡ് പാർട്ട്, when u tends to 2u, a remains same or as proportional to U². അവിടെ S proportional to U² ആണ്. A remains same ആകുമ്പോൾ അപ്പോൾ 4s 2u ഇത് ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 4u² എന്ന് വരും. അതിന് 1 മാർക്കാണ്.
Fifth question. Motion along a plane is called two-dimensional motion. A body moving in two dimensions is found to have an acceleration in one dimension. A. Identify the motion. ഒരു മാർക്കാണ്. Second question. A ball thrown by a player reaches another player in 2 seconds. What is the maximum height attained by the ball after the point of projection? Take G is equal to 10 meter per second square. രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണത്. C part. In the figure, the point P on a wheel of radius capital R is in contact with the ground. What is the displacement of the point when the wheel rolls a half revolution? രണ്ട് മാർക്കാണ് അതിന്. അതിൻ്റെ മലയാളം വായിച്ചു നോക്കുക. ആൻസർ എ പ്രൊജക്റ്റൈൽ മോഷനാണ്. ഓർ ഫിഗർ ഷോയിങ് പരാബോളിക് പാത്ത് വരച്ചാലും അതിനൊരു മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ പടം വരച്ച് വെച്ചാലും കിട്ടും. ബി പാർട്ട് ടി ഈക്വൽസ് 2 sin θ by g ഇസിക്കൽ ടു h ഇസിക്കൽ u സ്ക്വയർ sin സ്ക്വയർ θ by 2g ഈക്വൽസ് u സ്ക്വയർ by 2g ഇസിക്കൽ 5 മീറ്റർ. u sin θ ഇസിക്കൽ ടു g എന്ന് കിട്ടും. u sin θ ഇസിക്കൽ ടു g. അതിൻ്റെ സ്റ്റെപ്സ് സ്കോറിങ് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ ടി ആണ് 2 സെക്കൻഡ് തന്നിരിക്കുന്നു. ജിയുടെ വാല്യൂ നമുക്ക് അവിടെ 10 എടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് 5 മീറ്റർ എന്ന് കിട്ടുന്നത്. C part. Distance traveled in half rotation. പകുതി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പൈ ആർ ഡിസ്റ്റൻസ് ആണ്. കാര്യം അതിൻ്റെ പെരിമീറ്റർ സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr ആണ്. ഹാഫ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് പൈ ആർ. ഡിസ്പ്ലേസ്മെൻറ്റ് പി ഡാഷ് അതാണ് ചോദിച്ചിരിക്കുന്നത്. പൈതഗോറസ് തിയറം അനുസരിച്ച് റൂട്ട് ഓഫ് പൈ ആർ സ്ക്വയർ പ്ലസ് 2r സ്ക്വയർ r into root of pi square plus 4 or d is equal to 2r. ഒരു മാർക്ക് അതിന് കിട്ടും. ഇതിൻ്റെ ആൻസർ ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് മാസ് ക്യാപിറ്റൽ M is suspended by a light cord C from the ceiling and another strong cord D is attached to the bottom of the block as shown. The cord D is pulled by a force F. Which of these cords will break? Now, if a force is increased steadily, B, the force is increased suddenly. അത് പതുക്കെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, പെട്ടെന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിൽ ഏത് ചരടാണ് ആദ്യം പൊട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. മലയാളം നോക്കുക. പതുക്കെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടെൻഷൻ ഇൻ കോഡ് C is equal to F plus mg. ബോഡിയുടെ വെയിറ്റും വരെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടെ അവിടെ ഇഫക്റ്റീവായിട്ട് വരുമ്പോൾ കോഡ് C മേ ബ്രേക്ക്. സെക്കൻഡ് കേസിൽ ദ കോഡ് D മേ ബ്രേക്ക്. കാരണം നമ്മൾ വളരെ സഡനായിട്ടാണത് വലിക്കുന്നത്. അപ്പോൾ മാസ് കൂടിയ ബോഡി ഇനർഷ്യ കാരണം പെട്ടെന്ന് ആ ഫോഴ്സ് മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് വലിക്കുമ്പോൾ കോഡ് D ബ്രേക്ക് ചെയ്യുന്നത്. Question number 7. Tracing the outer edge of a curved road a little above the inner edge is called banking of cars. Derive an expression for the safe speed with which a car can negotiate a banked road by taking into account the friction between the tires and the road. Question number B. A machine gun fires bullets of mass 40 gram each with a speed 1200 meter per second. The person can hold the gun
with a maximum force of 144 Newton. What is the maximum number of bullets that can be fired per second from the gun? ഡെറിവേഷൻ ആണ്. അതിൻ്റെ പോയിന്റ്സ് ശ്രദ്ധിക്കുക. Find the equation V equals root of Rg mu plus tan theta by 1 minus mu tan theta. The B part, F is equal to dp by dt. For impulse equals mass into velocity ആണ് change in momentum. അല്ലെങ്കിൽ nmv is equal to F into t. For n is equal to ft by mv. ഒരു പ്രോബ്ലമാണ്, അത് ചെയ്ത് പഠിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. രമേശ് ലിഫ്റ്റ്സ് എ ബോഡി ഓഫ് മാസ് m to a height h near the surface of the earth in a time t. A. Draw the force displacement graph. Question number B. If A is the area of the graph, what quantity does A by t indicate? F is equal to mg is constant, graph is a straight line as shown in the figure. Area under force displacement graph gives the work done. Then A by t is equal to, the area by time equals work by time is equal to power. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. According to the work energy theorem, work done by a force on a body is equal to change in its kinetic energy. A lorry and a car moving with the same kinetic energy are stopped by applying brakes, which provides the same retardation. Which of them will come to a rest in a shorter distance? Explain. 2 മാർക്കാണ്. B. If the kinetic energy of a body is doubled, what is the percentage change in its linear momentum? 2 മാർക്കാണ്. അതിൻ്റെ മലയാളം നോക്കുക. Lorry with greater mass travels lesser distance since displacement is proportional to 1 by m. For lorry travels lesser distance. 1 മാർക്ക് കിട്ടും. അല്ലെങ്കിൽ റിലേറ്റഡ് എക്സ്പ്ലനേഷൻ എഴുതുക. പിന്നെ B. Kinetic energy is equal to p square by 2m. The kinetic energy momentum related equation ആണത്. അവിടുന്ന് P is equal to root of 2m ke. When kinetic energy equals 2 ke double n, P dash is equal to root of 2m 2 ke കൊടുക്കുക. root 2 times P. Percentage increase in momentum is equal to 41.4%. അത് എഴുതിയില്ലെങ്കിലും ഫൈനൽ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. Question number 10. The earth revolves around the sun in an elliptical orbit. The closest approach of the earth with the sun is called perihelion. When the earth approaches the perihelion, its speed increases. Explains this principle. 1 മാർക്കാണ്. B. A body rolls over a horizontal smooth surface without slipping with a translational kinetic energy E. Show that the total kinetic energy of the body is E into 1 plus k square by r square, where k is the radius of gyration and r is the radius of the body. Using the above relation, find the total kinetic energy of a circular disk. അതിന് 3 മാർക്കാണ്. The C part. A wheel of mass 1000 kg and radius 1 meter is rotating at the rate of 420 rotations per minute, RPM. What is the constant torque required to stop the wheel in 14 rotations, assuming the mass to be concentrated at the rim of the wheel? 2 മാർക്ക്. മലയാളം വായിച്ചു നോക്കുക.
എ പാർട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗർ മൊമെൻ്റമാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓർ കെപ്ലേ സെക്കൻഡ് ലോ. സെക്കൻഡ്, ടോട്ടൽ കൈനറ്റിക് എനർജി ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിക്കുക. ഐക്ക് വരെ എം കെ സ്ക്വയർ കൊടുക്കുന്നു, ഒമേഗയ്ക്ക് വരെ വി ബൈ ആർ കൊടുക്കുന്നു. അതായത് വി സിക്കറ്റ് ആർ ഒമേഗയാണ്. ഹാഫ് എം വി സ്ക്വയർ കോമൺ ആണ്, അത് പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് വരുന്നു. അതായത് ഹാഫ് എം വി സ്ക്വയറിന് പകരം ഇ കൊടുക്കുന്നു, ഇ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഫോർ സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ ഐ സിക്കറ്റ് എം കെ സ്ക്വയർ ഈക്വൽസ് എം ആർ സ്ക്വയർ ബൈ 2. Therefore, k square by r square equals half. Total kinetic energy equals E into 1 plus half equals 3E by 2. C part, tau equals I alpha or half I omega square equals tau theta. Initial omega 0 equals 2 pi nu 0. Nu 0 initial frequency ആണ്. 420 RPM ആണ്, RPS ആക്കണം. റൊട്ടേഷൻ പെർ സെക്കൻഡ് ആക്കണം. 14 പൈ കിട്ടും. ഫൈനൽ ഒമേഗ ഇസിക്കറ്റ് 0, സ്റ്റോപ്പ് ആവുകയാണ്. നമ്പർ ഓഫ് റൊട്ടേഷൻസ് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് ഇസിക്കറ്റ് 14. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈക്വൽസ് 14 ഇൻറ്റു 2 പൈ. 1 റൊട്ടേഷൻ ഡിസ്പ്ലേസ്മെന്റ് 2 പൈ ആണ്. 14 റൊട്ടേഷൻസിന് 14 ഇൻറ്റു 2 പൈ. യൂസിങ് ഒമേഗ സ്ക്വയർ ഈക്വൽസ് ഒമേഗ 0 സ്ക്വയർ മൈനസ് 2 ആൽഫ തീറ്റ. അതായത് വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2 AS എന്ന ലീനിയർ മോഷൻ ഇക്വേഷൻ്റെ റിസംബിൾഡ് ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൊട്ടേഷണൽ അനലോഗാണ്. ഐ സിക്കറ്റ് എം ആർ സ്ക്വയർ ഉപയോഗിക്കാം. ഫോർ ടോയ് സിക്കറ്റ് ഐ ആൽഫ എം ആർ സ്ക്വയർ ആൽഫ. മുകളത്തെ ഇക്വേഷൻ ആൽഫ കണ്ടുപിടിക്കുക, എന്നിട്ട് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 11,000 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. Question number 11. A person in an artificial satellite of the Earth experiences weightlessness. The moon is a natural satellite of the Earth. A. Can a person on the moon experience weight? Why? B. A satellite is revolving very close to the Earth. What is the percentage increase in velocity needed to make it escape from the gravitational field of the Earth? 2 മാർക്കാണ്. C part. Acceleration due to gravity G depends on the distance r from the center of the Earth. Draw a graph showing the variation of G with r. മലയാളം വായിച്ചു നോക്കുക. ഒന്നാമത്തെ ആൻസർ എസ് ആണ്. വെയിറ്റ് അനുഭവപ്പെടുകയില്ല. ബി പാർട്ട് ഓർബിറ്റൽ വെലോസിറ്റി ക്ലോസ്ഡ് ഓർബിറ്റ് ആകുമ്പോൾ റൂട്ട് ഓഫ് ആർ ജി ആണ്. ഡെഫിനേഷൻ എഴുതി വെക്കുക. എസ്കേപ്പ് വെലോസിറ്റി ഇസ് റൂട്ട് ഓഫ് 2 RG ഓർ വി ഇസ് റൂട്ട് 2 ടൈംസ് വി ഒ. അപ്പോൾ ഇൻക്രീസ് ഇൻ പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാം. അത് 41.4% ആണ്. അതിൻ്റെ സി പാർട്ട് ജി ഇൻസൈഡ് ഇസ് പ്രപ്പോർഷണൽ ടു ആർ, ജി ഔട്ട്സൈഡ് ഇസ് പ്രപ്പോർഷണൽ 1/r സ്ക്വയർ. സെൻട്രൽ 0 ആണ്. അവിടെ നിന്ന് എർത്തിൻ്റെ സർഫസിലേക്ക് വരുമ്പോൾ അത് മാക്സിമം ആവുന്നു. ജിയുടെ വാല്യൂ മുകളിലോട്ട് പോകുന്തോറും ഒരു പരാബോളിക് ഷേപ്പാടിനെ കുറയുന്നു. 1/r സ്ക്വയർ ആയതുകൊണ്ട് ജി ഔട്ട്സൈഡ് ആകുമ്പോൾ പ്രപ്പോർഷൻ 1/r സ്ക്വയർ ആണ്. ഗ്രാഫ് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇലാസ്റ്റിസിറ്റി ഈസ് ആൻ ഇന്റേണൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഫ്ലൂയിഡ്സ് possess volume elasticity. Which is more elastic, air or water? Why? B. Hydraulic lift is a device used to lift heavy loads. State the principle behind the working of this device. C. The velocity of outflow of a liquid from an open tank is identical to that of a freely falling body. Name this law and the principle behind the law. സിയുടെ രണ്ടാമത്തെ പാർട്ട് ഡിറൈവ് ദിസ് ലോ ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. മലയാളം വായിച്ച് മനസ്സിലാക്കുക.
ആൻസർ എ വാട്ടർ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ എയർ. ഒരു മാർക്കാണ് അതിന്. ബി പാസ്കൽസ് ലോ ആണ്, നോ നീഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. സി ടോർസലീസ് തിയറമാണ് ഓർ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഒരു മാർക്കാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫാണ്. പി ബൈ റോ പ്ലസ് ജി എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2 ഈക്വൽസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ പ്രൂഫ് എഴുതുക. ടോർസലീസ് തിയറത്തിൽ വെലോസിറ്റി റിഫ്ലെക്സ് ആണ് √ 2gh. Question number 13. A. A solid sphere falling through a viscous medium attains a constant velocity called terminal velocity after some time of its fall. What are the different forces acting on the sphere? Derive an expression for terminal velocity in terms of the coefficient of viscosity of the medium. 3 മാർക്കാണ് അതിന്. ബി പാർട്ട് വാട്ടർ kept in earthen pots gets cooled. Why? മലയാളം വായിച്ചു നോക്കുക. എ പാർട്ട് അത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വിസ്കസ് ഫോഴ്സ്, ബോയൻസി ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബോയൻസി, വെയ്റ്റ് ഓഫ് ദി ബോഡി. F1 + F2 = F3. ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ഈക്വൽസ് ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ്. ഡെറിവേഷനാണ് എഴുതിയേക്കുന്നത്. 6π η വിസ്കസ് ഫോഴ്സ്, 4/3πa³ σg ബോയിൻറ്റ് ഫോഴ്സ്, വെയിറ്റ് ഓഫ് ദി ബോഡി 4/3πa³ ρg. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ v = 2a² π9 × ρ - σg/η. ബി പാർട്ട് കാരണം ഇവാപ്പറേഷനാണ്, ഇവാപ്പറേഷൻ. Question number 14. A. Isothermal, isobaric, isochoric and adiabatic processes are some special thermodynamic processes. In which of these processes the work done is maximum when a gas expands from V1 to V2? ഒരു മാർക്ക്. The B part. Which law of thermodynamics implies that no heat engine can be 100% efficient? C part. 1 mole of an ideal gas expands from volume V1 to volume V2 at a constant temperature T. Derive an expression for the work done. ഇത് മലയാളം വെച്ച് നോക്കുക. ഒന്നാമത്തെ ആൻസർ ഐസോബാറിക് പ്രോസസ്സാണ്, ഐസോബാറിക് പ്രോസസ്. ബി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓർ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. W = integral V1 to V2 P dV, or W = integral V1 to V2 RT dV/V. കാര്യം പി വി = RT ആണ്. പി വി = RT. അവിടുന്ന് P = RT/V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. RT × integral V1 to V2 dV/V. W = 2.03 RT log V2/V1 എന്ന് കിട്ടും. Question number 15. A. According to kinetic energy of gases, the molecules of gas are identical and in random motion. The collisions made by these molecules on the walls of the container exerts pressure on the walls. Deduce an expression for the pressure of an ideal gas and also find at what temperature the RMS root mean square speed of hydrogen is double its value at STP. B part. For a gas R = 3/2 and capital R is the universal gas constant. Find the values of Cp and Cv.
ഡെറിവേഷനാണ്. പി ഈസ് 1/3 റോ വി ബാർ സ്ക്വയർ. ഇക്വേഷൻ മാത്രം എഴുതി നമുക്ക് 1 മാർക്ക് കിട്ടും. ഡെറിവേഷൻ നോട്ട് നോക്കിയത് എഴുതി പഠിക്കുക. ഇവിടെ വി ബാർ സ്ക്വയർ ഇസ് പ്രപ്പോർഷൻ ടു ടി ആണ്. ഓർ വി ബാർ ഇസ് ഈക്വൽ √3 RT/m. T2 is equal to 40. 4 into 273 equals 1092 Kelvin. ഇത് ബി പാർട്ട് നമുക്ക് ആ റിലേഷൻ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ലാത്തതുകൊണ്ട് അതിൻ്റെ CP-യുടെയോ CV-യുടെയോ ഡെഫിനിഷൻ എഴുതിയാലും നമുക്കത് മാർക്ക് കിട്ടുന്നതാണ്. 16. A simple pendulum is an object suspended by a weightless and inextensible string fixed rigidly to a support. Question number 1. Under what conditions for the amplitude are the oscillations of the pendulum simple harmonic? 1 mark. 2. The period of oscillation of the pendulum is T. What will be the period if the pendulum is suspended in a lift moving down with an acceleration equal to g/3? 1 mark. B part. A particle executing SHM produces both potential energy and kinetic energy. During the oscillation, the total energy remains constant. If A is the amplitude of oscillation of the particle, 1. Show graphically the variation of potential energy and kinetic energy with the displacements. 2. At what displacement are these energies equal? മലയാളം നോക്കുക. A. The first question, amplitude should be small ആയിരിക്കും. Second, T equals 2π/L/G or T proportional to 1/√G. For A equals G/3 ആകുമ്പോൾ T dash is equal to 1/√G minus G/3 കൊടുക്കുക. Proportional to √3/2G equals 3 into √3/2. അപ്പോൾ equation T equals 2π/L/G give 1 mark. അനുബന്ധമായ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. എന്താ ഗ്രാഫ് ശ്രദ്ധിക്കുക. സെക്കൻഡ് പാർട്ട് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് കൈനറ്റിക് എനർജി ആണെന്ന പോയിന്റ് ആണ്. y² ഈസ് ഈക്വൽ ടു a² മൈനസ് y². ഓർ y ഈക്വൽസ് √a/√2. ദ പോയിന്റ് ഈസ് ഷോൺ ഇൻ ദ ഗ്രാഫ്. ആ പോയിന്റ് ഗ്രാഫിൽ കാണിച്ചത് പോയിന്റ് മാർക്ക് ചെയ്യുവാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. Question number 17. A. Wave motion is a propagation of energy through a material medium due to repeated periodic motion. 1. Transverse waves cannot be propagated through gases. Why? 2. What was the condition assumed by Laplace in correcting Newton's equation for the velocity of sound in a gas? Write the Newton-Laplace equation. B part. A source of sound frequency 256 Hz is in between a listener and a wall. If the source is moving towards the wall with a velocity of 5 meters per second, how many beats per second will be heard if the sound travels with a speed of 330 meters per second? ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്തെങ്കിലും അതിൻ്റെ റിലേറ്റ് ചെയ്ത ആൻസർ എഴുതുക. രണ്ടാമത്തേത് അഡിയബാറ്റിക് ഇക്വേഷൻ കണ്ടീഷൻ V ഈക്വൽസ് √γ/p/ρ. ബി ഡോപ്ലർ ഇഫക്റ്റ് ഇക്വേഷൻ എഴുതുക. ബീറ്റ് ഫ്രീക്വൻസി ഇക്വേഷൻ. കറക്റ്റ് ആൻസർ എഴുതുക. n dash is equal to V plus Vs into n. n ഫ്രീക്വൻസി ഒറിജിനൽ ഫ്രീക്വൻസിയാണ്. V velocity, V plus Vs velocity of source ആണ്.
എൻ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു വി ബൈ വി മൈനസ് വി എസ് ആണ് അവിടെ. 259.9 കിട്ടും. നമ്പർ ഓഫ് ബീറ്റ്സ് ഇസ് ഈക്വൽ ടു 259.9 മൈനസ് 252.2 8 ബീറ്റ്സ് ആണ്. നമ്പർ ഓഫ് ബീറ്റ്സ് ഇസ് 8. ഇത്രയാണ് മാർച്ച് 2011 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സുമാണ്. അതിൻ്റെ ആ മോഡലും ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക, വളരെ ഉപകാരപ്രദമായിരിക്കും. അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.